Praise God. Amen. Hallelujah. Hallelujah. Amen. That is better. Praise God. We should have real joy while we praise the Lord, right? Amen. ഇന്ന് വളരെ സന്തോഷമുണ്ട്. നമ്മൾ ഒരിക്കൽ കൂടെ നമുക്കിങ്ങനെ സഭയായി കുടുംബമായി നമ്മുടെ പ്രിയപ്പെട്ടവർ പലരും ഒരുമിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ഈ അവസരം കർത്താവ് തന്നല്ലോ. I thank God for the opportunity God has given us together as families and as brothers and sisters to come together to worship the Lord this morning. ഇന്ന് രാവിലെ എനിക്കൊരു മെസ്സേജ് പങ്കിടുവാനുള്ളത് ഡയറക്റ്റ്ലി ക്രിസ്മസുമായിട്ട് അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടതല്ല. പക്ഷേ ഡെഫിനറ്റ്ലി ലാർജർ പിക്ചറിൽ കർത്താവിൻ്റെ വരവിനോടും അവൻ ഒന്നാം വരവ് രണ്ടാം വരവ് എല്ലാറ്റിനോടും ബന്ധപ്പെട്ടതാണല്ലോ നമ്മുടെ സഭാജീവിതമെല്ലാം. So our typical Christian life is related to the coming of the Lord. So today's message is not directly tied to the Christmas message, but it has connotations. ഫിലിപ്പർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളാണ് 11 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ചത്. We have been thinking from Philippians chapter 2 verses 1 through 11 in the last few weeks. വിശേഷാൽ 5 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ ലിവിങ് വിത്ത് ദ മൈൻഡ് ഓഫ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ മനസ്സോടുകൂടെ ക്രിസ്തുവിൻ്റെ മനസ്സോടുകൂടെ ജീവിക്കുവാനിടയാവുക. Especially we have been focused on verse 5 through 12 talking about the mind of Christ and living with the mind of Christ. കഴിഞ്ഞ ദിവസം നമ്മളത് വളരെ വിശദമായിട്ട് ചില കാര്യങ്ങൾ അതിൻ്റെ ആരംഭമായിട്ട് പറയുവാനിടയായി. So last week we have talked about the introduction of this subject. യേശുവിൻ്റെ മനസ്സുമായി ജീവിക്കുക എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ മേൽ യൂണിറ്റിക്കായിട്ടും സ്നേഹത്തിനായിട്ടും നമ്മുടെ ഐക്യതയ്ക്കും സ്നേഹത്തിനുമായിട്ടുള്ളൊരു വിളിയാണ്. യേശുവിൻ്റെ മനസ്സോടെ ജീവിക്കുന്നവർ ഐക്യതയും സ്നേഹവും നിലനിർത്തുവാൻ ശ്രമിക്കും. And so living with the mind of Christ means we live with the unity and love for each other. അതിനുശേഷം ഇങ്ങനെ നമ്മൾ ഐക്യതയും സ്നേഹം നിലനിർത്തുവാൻ ഉപയോഗിക്കുന്ന ആറ്റിറ്റ്യൂഡ്സ് എന്തുവാണ് എന്ന് നമ്മൾ കണ്ടു. We also talked about the attitudes that contribute towards love and unity. നമ്മുടെ സെൽഫ് അംബിഷൻസ്, നമ്മുടെ സ്വാർത്ഥപരമായിട്ടുള്ള ചിന്തകളും ആഗ്രഹങ്ങളും ഐക്യതയ്ക്ക് തടസ്സമാണ്. So oftentimes our selfishness, our self-centered life prevents us from having unity. അപ്പോൾ അതിൽ നിന്ന് നമുക്കൊരു മുക്തിക്കായിട്ട് നമ്മൾ ശ്രമിക്കും. So we always desire a deliverance from that. വ്യക്തിപരമായിട്ടുള്ള അഭിമാനത്തിന് പ്രസ്റ്റീജിനൊക്കെയുള്ള നമ്മുടെ ആഗ്രഹവും അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളും നമ്മുടെ ഐക്യതയ്ക്ക് പലപ്പോഴും തടസ്സമാണ്. Oftentimes our selfish desire to promote ourselves and to be recognized often stands in the way of unity. Concentration on our own self, നമ്മുടെ തന്നെ സ്വയത്തിൽ കേന്ദ്രീകൃതമായ ജീവിതം നമ്മുടെ ഐക്യതയ്ക്കും സ്നേഹത്തിനും തടസ്സമാണ്. When we are self-focused or concentrated on ourselves, that prevents us from unity. അപ്പോൾ ഇതെല്ലാം നമ്മൾ വ്യക്തമായിട്ട് ഉദാഹരണങ്ങൾ സഹിതം കഴിഞ്ഞ ദിവസങ്ങളിൽ കാണാനും കേൾക്കാനും ഒക്കെ ഇടയായി. So all these things we have described and we had examples to share. അത് കഴിഞ്ഞ് 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, നിങ്ങൾ ക്രിസ്തുവിൻ്റെ മനസ്സോടെ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ്റെ എക്സാമ്പിൾ അഡോപ്റ്റ് ചെയ്യണം, അവൻ കാണിച്ച മാതൃകയെ നിങ്ങൾ ഏറ്റെടുക്കണം. So in verses 5 through 8 we talked about last, we are adopting the example or his model as our model. എന്താണ് ക്രിസ്തുവിന്റെ മാതൃക എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് അടുത്ത വാക്യങ്ങളിൽ 6 മുതലുള്ള വാക്യങ്ങളിൽ പൗലോസ് പറയുന്നുണ്ട്. And Paul talks about what is that example from verse 6 onward. ഒന്നാമത് പൗലോസ് പറയുന്നു, നിങ്ങൾ ഓർക്കണം ക്രിസ്തു ആരായിരുന്നുവെന്ന്. First thing you need to remember, who was Christ? ക്രിസ്തു ദൈവ രൂപത്തിൽ ഇരിക്കെ, even though Christ was in the nature of God. അപ്പോൾ ഫോം ഇൻ ദ ഫോം ഓഫ് ഗോഡ് അല്ലെങ്കിൽ ദൈവത്തിന്റെ രൂപത്തിലിരിക്കുന്ന ക്രിസ്തു, he was in the form or the nature of God, Christ himself. അതിനോട് ബന്ധപ്പെട്ട് ഫോം എന്നുള്ള വാക്കിൻ്റെ 2 വാക്കുകൾ ഗ്രീക്ക് ഭാഷയിൽ യവനായ ഭാഷയിൽ 2 വിധത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്യും. അത് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. And the word form has 2 interpretations in the Greek and we talked about that. ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? യെസ്, അവിടുന്ന് പിറുപിറുപ്പുകൾ കേൾക്കുന്നുണ്ട്, പക്ഷേ ശക്തമായിട്ടൊന്നും ഇങ്ങോട്ട് വരുന്നില്ല. I hear murmuring here and there, but I don't hear it very clearly. Morphe and schema.
Morphe and schema are the root words in Greek. മോർഫയുടെ അർത്ഥം നമുക്ക് മനസ്സിലായി. മോർഫ എന്ന് പറഞ്ഞാൽ എസെൻഷ്യൽ നേച്ചർ, മാറ്റാൻ പറ്റിയാലാത്തതാ. Morphe is something that is very essential. We cannot change that. നമ്മളെല്ലാം ഹ്യൂമൻ ബീയിങ്സ് ആണെന്നുള്ളത് നമ്മുടെ മോർഫയാ. We are being human beings. That is the form of morphe. അത് നമുക്ക് മാറ്റാൻ പറ്റത്തില്ല. We are not able to change that. മൃഗീയ സ്വഭാവങ്ങൾ പലപ്പോഴും കാണാറുണ്ടെങ്കിലും നമ്മൾ സ്റ്റിൽ ഹ്യൂമൻ ബീയിങ്സ് ആ. We have animal behaviors, but we are still human beings. നമ്മുടെ ബാല്യകാലവും കൗമാരവും യൗവന ദിശയും നമ്മുടെ മധ്യവയസ്കരാകുന്ന സമയവും നമ്മൾ സീനിയേഴ്സ് ആകുന്ന സമയവും ഒക്കെ ഉണ്ട്. എന്നാലും നമ്മുടെ മോർഫെ എന്ന് പറയുന്നത് നമ്മൾ ആരാ? Human beings are. We have infancy, we have teenage life, we have midlife, and then old age. But all these are part of being morphe. We are not able to change our human behavior. അപ്പോൾ മോർഫെ മാറത്തില്ല, സ്കീമ മാറിക്കൊണ്ടിരിക്കും. But morphe is something does not change, but schema is something changed with the environment. യേശുവിന്റെ ദൈവരൂപം എന്ന് പറയുന്നത് ദൈവത്തിന്റെ രൂപത്തിൽ അവനായിരുന്നു അവന്റെ മോർഫെയാ. And God, Jesus being the nature of God in the form of God is the morphe. അതൊരിക്കലും മാറത്തില്ല. That will never change. യേശു ദൈവമായിരുന്നു. God, Jesus himself was God. യേശു ദൈവമാണ്. Jesus is God. അവൻ ഭൂമിയിൽ വന്നപ്പോഴും ദൈവമായിരുന്നു. Even when he came to this earth as a man, he was God. അപ്പോൾ അതിന് ഒരിക്കലും മാറ്റമില്ല. That will never change. എന്നാൽ സ്കീമ മാറും. But schema will change. അത് അപ്പിയറൻസസ് മാറും. And these appearances will change. സാഹചര്യങ്ങൾ അനുസരിച്ച് മാറ്റങ്ങൾ ഉണ്ടാകും. According to the environment, that will change. അത് ആ സാഹചര്യങ്ങൾക്കനുസരിച്ചുള്ള മനുഷ്യനായി അവതരിച്ചപ്പോൾ ഉള്ള അപ്പിയറൻസിൽ കർത്താവ് വന്നത്. So he came as a human being as he came to this earth, and that was his appearance. അപ്പം ഇത് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. യേശു ലോകത്തിൽ വന്നപ്പോഴും ലോകത്തിൽ ജീവിച്ചപ്പോഴും അവൻ ആരായിരുന്നു? അവൻ ദൈവമായിരുന്നു. And we need to keep this in mind that even when he came to this earth as a human being, he was still God. എന്നാൽ സ്വർഗത്തിന്റെ മഹിമകൾ വെടിഞ്ഞ് അനേക മഹത്വങ്ങൾ തനിക്ക് സ്വർഗത്തിൽ ഉണ്ടായിരുന്നത് വെടിഞ്ഞ് മനുഷ്യ സാദൃശ്യത്തിലായെന്ന് എഴുതിയിരിക്കുന്നു. And it is written that he left all the glories of heaven, he came to call the form of a man and came to this earth. അപ്പോൾ ലിവിംഗ് വിത്ത് ദ മൈൻഡ് ഓഫ് ക്രൈസ്റ്റ് എന്ന് പറഞ്ഞാൽ ലെറ്റിംഗ് ഗോ ഓഫ് ദ പ്രിവിലേജസ്. നമ്മുടെ പ്രിവിലേജസിനെ നമ്മൾ നിരസ്കരിക്കുക എന്നാണ് അതിന്റെ അർത്ഥം. ആമേൻ. അപ്പം ഞാൻ കഴിഞ്ഞ ആഴ്ച ഇത് പറഞ്ഞ് അവസാനിപ്പിച്ച where the mind of Christ is there is a self emptying also. Sam is going in Malayalam now. When living with the mind of Christ, meaning there's a self emptying of ourselves. നമ്മുടെ സ്വയത്തെ നമ്മൾ എന്ത് ചെയ്യും? What do we do with ourselves? ദിനംതോറും ക്രൂശിക്കാൻ തുടങ്ങും. We will crucify ourselves daily. അതല്ലേ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത്. And that is what Paul is writing here. നമുക്ക് ഇപ്പോഴും പിടികിട്ടാത്ത കാര്യം അതാണ്. That is something we are not able to grasp. Crucifying ourselves with Christ. നമ്മളെ ക്രിസ്തുവിനോട് നമ്മളെ തന്നെ ക്രൂശീകരിക്കുക. പൗലോസ് പറഞ്ഞു ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. Paul himself said that I am crucified with Christ. ഇനി ജീവിക്കുന്നത് ഞാനല്ല. I am no longer living. നമ്മൾ ജീവിക്കലെന്നല്ല. That is not to say we shouldn't live. സ്വയത്തെ സിംഹാസനത്തിൽ നീ മാറ്റി. But moving ourselves from the throne. ക്രിസ്തുവിനെ അവിടെ പ്രതിഷ്ഠിച്ചു. But replacing that with Christ. ഇനിയും ഞാൻ എനിക്കായിട്ടല്ല ജീവിക്കുന്നത്. I no longer live for myself. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Amen. പൗലോസ് അത് കഴിഞ്ഞ് പറയുക ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്തു. And he took on the form of a servant even though he was God. ഒരു ദാസനെ പോലെ വന്നു. He came as a servant. You know, in the form of a servant. ഒരു പുൽക്കൂട്ടിൽ അവൻ ജനിച്ച് അവൻ പുൽക്കൂട്ടിൽ അവനെ കിടത്തി ശിഷ്യന്മാരുടെ കാലുകളെ കഴുകി സമൂഹത്തിലെ അശരണരെയും ഉപേക്ഷിക്കപ്പെട്ടവരെയും ആർക്കും വേണ്ടാത്തവരെയും സേവിപ്പാനായി അവൻ തൻ്റെ ജീവിതം ഒഴിഞ്ഞു വെച്ചു. He dedicated his life, was born in a manger, was laid in a manger. He hung around with those people who were rejected, the poor and the needy, those who were rejected by the society. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞ വാക്യം നിങ്ങൾ ഓർക്കുമല്ലോ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും അവന്റെ ദാരിദ്ര്യത്താൽ നാം സമ്പന്നരാകേണ്ടതിന് നാം നിമിത്തം
ദരിദ്രനായി തീർന്ന കൃപ നിങ്ങൾ ഓർക്കുന്നുവല്ലോ. He became poor for our own sake. Even though he was rich, he rejected all the richness of God and became a human being. അവൻ മഹത്വത്തിൽ നിന്ന് വന്നത് ഈ പുൽക്കൂട്ടിലേക്കാണ്. He came from glory to this manger. ആരാധനയിൽ നിന്ന് വന്നത് ശിഷ്യന്മാരുടെ കാല് കഴുകുന്ന He ശുശ്രൂഷയിലേക്ക്. came from being worshipped to wash the feet of his disciples. സ്വർഗീയ സിംഹാസനത്തിൽ നിന്ന് അവൻ വന്നത് കുരിശിലേക്കാ. From the glory of God that he came to the cross to die. അതിനെയാ പൗലോസ് ക്രിസ്തുവിന്റെ മനസ്സെന്ന് പറയുന്നത്. And that is what Paul is describing as the mind of Christ. ഹല്ലേലൂയ. Hallelujah. അത് നമുക്കുണ്ടാകാൻ പറ്റുമോ? അതിനായി നമ്മൾ ആഗ്രഹിക്കുമോ, പ്രാർത്ഥിക്കുമോ എന്നുള്ളതാ ചോദ്യം. And the question is, are we able to model that in our own lives? That is the question. എങ്ങനെയാ നമ്മുടെ മാജസ്റ്റി നമ്മുടെ വലിപ്പം എങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്നത്? How do we show our majesty to others? എത്ര പേർക്ക് ഇത് മനസ്സിലാകുമെന്നോ ഏറ്റെടുക്കുമെന്നോ I എനിക്കറിയാം. don't know how many of you will receive this message this morning. നമ്മുടെ മാജസ്റ്റി എക്സ്പ്രസ് ചെയ്യുന്ന ഹ്യൂമിലിറ്റി കൂടിയാ. Our greatness, our majesty is expressed through our humility. ആമേൻ പറയാവോ? Amen. മനസ്സിലായോ? Do you understand? മാജസ്റ്റി ഉള്ളൊരു ഗാംഭീര്യത്തോടെ നടക്കുന്നതിലല്ല. It is not showing that by your walk that you are majestic. നമ്മുടെ ഹ്യൂമിലിറ്റിയിലാ, നമ്മുടെ താഴ്മയിലാ നമ്മുടെ വലിപ്പം, നമ്മുടെ മഹത്വം എക്സ്പ്രസ് ചെയ്യുന്നു. You show your greatness through your humility and your humble walking before the Lord. ആ താഴ്മ കൊണ്ട് അവൻ കുഷ്ഠരോഗികളെ ചേർത്ത് പിടിച്ചതും അവരെ തൊട്ടതും. Because of that humility, he was able to embrace the lepers. ആ താഴ്മ കൊണ്ടാണ് അവൻ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിയത്. And because of that humility, he was able to wash the feet of his ആ disciples. താഴ്മ കൊണ്ടാണ് അവൻ ക്രൂശിലേക്ക് പോകുവാൻ ഒരുങ്ങിയത്. Because of that humility, he was willing to sacrifice himself on the cross. ദൈവത്തിന്റെ മാജസ്റ്റി എന്ന് പറഞ്ഞാൽ ഫ്രാജൈൽ അല്ല, ഇങ്ങനെ ഉടഞ്ഞു പോകുന്നൊന്നുമല്ല. God's majesty is not fragile. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? How many of you believe that? ഞാൻ ആരാധിച്ചില്ലേലും ആരാധിച്ചില്ലേലും അവൻ ആരാധിക്കപ്പെടുന്ന ദൈവമാണ്. Whether I worship or not, he is a God who is worshipped. യെശയ്യാവ് കണ്ട ദർശനത്തിൽ എങ്ങനെയുള്ള ദൈവത്തെയാ കണ്ടത്? You know, when Isaiah saw a vision, what kind of God did he see? സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ 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 എന്ന് ആർ തട്ടഹസിച്ചു കൊണ്ടിരിക്കുന്ന ശക്തന്മാരായ സാറാഫുകൾ, ദൂതന്മാർ. The seraphims worshiping God, saying the God of creation, the seraphims were worshiping him constantly. ഹല്ലേലൂയ. Hallelujah. നമ്മുടെ ദൈവത്തിന്റെ മാജസ്റ്റി, അവന്റെ വലിപ്പം, മാഹാത്മ്യം എന്ന് പറയുന്നത് ഉടഞ്ഞു പോകുന്നൊന്നുമല്ല. So our God's majesty is not something that is breakable easily. അത് പ്രൊട്ടക്ട് ചെയ്ത് എങ്ങനെയും സൂക്ഷിക്കേണ്ട ആവശ്യമൊന്നുമില്ല. There is no need for him to protect his majesty. ഈ മാജസ്റ്റി അങ്ങനെയുള്ള ആളിന് താഴേക്ക് കുനിഞ്ഞു നോക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. So somebody who is majestic like that is not difficult for him to look down and be humble. ഹല്ലേലൂയ. Amen. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്, അത്യുന്നതനായ നമ്മുടെ ദൈവത്തെ പോലെ അവനോട് സദൃശനായ ദൈവം എവിടെയുള്ളൂ? So that is why the psalmist says, who is equal to him, our great God? അവൻ ഉന്നതങ്ങളിൽ അധിവസിക്കുന്നവനെങ്കിലും താഴെയുള്ളത് കുനിഞ്ഞു നോക്കുന്ന ദൈവമാണ്. Even though he dwells in the Most High, he looks at the people, show kindness towards those people. ദരിദ്രനെ കുപ്പയിൽ നിന്ന് ഉയർത്തുന്നു, എളിയവനെ പൊടിയിൽ നിന്ന് ഉയർത്തുന്നു. He raised the humble from the low estate and he lifts those people. ഈ വലിയവനായ ദൈവത്തിന് സ്വർഗത്തിന്റെ ആരാധനയും അവിടുത്തെ സന്തോഷങ്ങളും പ്രമോദങ്ങളും അനുഭവിച്ചു കഴിഞ്ഞാൽ പോരെ? And he could have dwelt in the Most High and enjoying the presence and the worship. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ യഥാർത്ഥ വലിപ്പം എന്ന് പറയുന്നത്, മഹത്വം എന്ന് പറയുന്നത് നമ്മുടെ താഴ്മയിൽ കാണട്ടെ. Dear children of God, our glory, our greatness should be demonstrated through our humility. അതാണ് ലിവിങ് വിത്ത് ദ മൈൻഡ് ഓഫ് ക്രൈസ്റ്റ്. And that's what living with the mind of Christ means. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു പുതിയ തീരുമാനം എടുക്കാവോ? Can you make a new decision this morning? പ്രസംഗം കണ്ടിന്യൂ ചെയ്തോ ഇല്ലയോ, തീർത്തോ ഇല്ലയോ എന്നുള്ളതല്ല എനിക്ക് It വിഷയം. doesn't matter that our subject is completed or not. കേൾക്കുന്നത് നമ്മൾ ഏറ്റെടുക്കുന്നുണ്ട്, But what we receive, that we hear, that we receive. പ്രാർത്ഥിക്കുന്നുണ്ട്. ഒരു പുതിയ കമ്മ്യൂണിറ്റിയായി നമുക്ക് തീരണം. We need to be praying that we want to be a new community. ഹല്ലേലൂയ. Hallelujah. ക്രിസ്തുവിന്റെ ദിവ്യ സ്വഭാവങ്ങൾ ഉൾക്കൊള്ളുവാൻ നമുക്ക് കഴിയണം. We should be able to accommodate the great nature and the character of God. ഹല്ലേലൂയ. അടുത്തൊരു കാര്യം കൂടെ പറയാൻ ഞാൻ ഇന്ന് പകല് സമയമെടുക്കാം. I'm going to take some more time to talk about another subject.
8-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. In verse 8 we read, തന്നെത്താൻ താഴ്ത്തി മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ചു, വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി, തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. and being found in the appearance as a man, he humbled himself by becoming obedient to death, even death on a cross. അനുസരണം എന്ന് പറയുന്ന വാക്ക് യേശുവിൻ്റെ ജീവിതത്തോട് അഭേദ്യമായ ബന്ധം പുലർത്തുന്നതാണ്. And the word obedient was inseparable and associated with Jesus himself. ഏതെല്ലാം പരീക്ഷണങ്ങൾ വന്നാലും ഏതെല്ലാം പ്രയാസങ്ങൾ നേരിട്ടാലും തൻ്റെ പിതാവിനെ അനുസരിപ്പാൻ അവൻ ബദ്ധശ്രദ്ധനായിരുന്നു. He was very careful to be obedient to his father regardless of what trials he faced. ഹ്യൂമൻ നേച്ചർ എന്ന് പറയുന്നത് ഒബീഡിയൻസിനെ റെസിസ്റ്റ് ചെയ്യുന്നതാണ്. And human nature is opposite, and we don't want to be obedient. നമ്മുടെ ഇൻക്ലിനേഷനേ അങ്ങനെയാണ്. Our human inclination is, our makeup is that way. ചെയ്യരുത് എന്ന് പറയുന്ന കാര്യം ചെയ്യാനാണ് നമുക്ക് ഏറ്റവും. And we have a desire to do the things that we ought not to do. മദ്രാസിൽ നടന്ന ഒരു സംഭവം ഞാൻ പണ്ട് കേട്ടതാ, ഓർക്കുന്നുണ്ട് ഇപ്പോൾ. I remember this story that happened in Madras a long time ago. എനിക്കൊന്ന് ലയോള കോളേജിലാണോ പച്ചപ്പാസ് കോളേജിലാണോ അവിടെ ഒരു പ്രത്യേക നിയമം ഉണ്ടായിരുന്നു, പുല്ലിൽ മേൽ കൂടെ കുട്ടികൾ നടക്കാൻ പാടില്ല. In one of the colleges in Chennai, that there was a rule that you should not walk on the grass. ഇവിടെയല്ല, ഫ്ലോറിഡയിലല്ല. ഫ്ലോറിഡയിൽ നമുക്ക് പുല്ലിലാ പാർക്ക് ചെയ്യുന്നത്, നടക്കുന്നത്. Not in Florida, we park on the grass here. അപ്പൊ അവിടെ ഉണ്ടായിരുന്നു നിയമം, ആരെങ്കിലും തെറ്റിക്കുന്നതായിട്ട് കണ്ടാല് 10 രൂപ ഫൈൻ കൊടുക്കണം. And if anybody was violating that rule, they had to pay a 10 rupee fine. സോറി, 5 രൂപയായിരുന്നു കേട്ടോ. 5 or 10. അന്നത്തെ കാലമല്ലേ, in those days. 5 രൂപ വലിയൊരു എമൗണ്ട്. That was a big amount in those days. അപ്പം പ്രിൻസിപ്പൽ കോളേജിന്റെ വരാന്തയിൽ നിൽക്കുമ്പോൾ കണ്ടു ഒരു സ്റ്റുഡന്റ് പുല്ലിന്റെ മുകളിൽ കൂടെ നടക്കുന്നു. So as the principal was standing outside on the veranda, he saw somebody walking on the അപ്പം grass. കൈകൊട്ടി അവനെ വിളിച്ചു. So he clapped his hands and said, "Hey, come here. നിങ്ങളോട് പറഞ്ഞതല്ലേ പുല്ലിന്റെ മേൽ കൂടെ നടക്കരുതെന്ന്? You know that you are not supposed to walk on the grass." ഫൈൻ ഉണ്ടെന്ന് അറിയാമോ? Do you know there is a fine? അറിയാം സർ. Yes, I know. എന്നാ ഫൈൻ തന്നാട്ടെ എന്ന് പറഞ്ഞു. So he said, "Pay the fine then." 10 രൂപയുടെ ഒരു നോട്ട് എടുത്ത് പ്രിൻസിപ്പലിന്റെ. So he took 10 rupees and gave it to the principal. പ്രിൻസിപ്പൽ ഇങ്ങനെ തപ്പുക 5 രൂപ ബാക്കി കൊടുക്കാനായിട്ട്. And principal was checking to see if he had change for 5. അപ്പൊ ഈ സ്റ്റുഡന്റ് പറഞ്ഞു, കുഴപ്പമില്ല സാറേ, അടുത്ത പ്രാവശ്യം ഞാൻ നടക്കുമ്പോൾ അതങ്ങ് ചാർജ് ചെയ്താ. So the student said, "Next time I walk and you can keep the 5, so I'm going to violate this again." നമ്മുടെ ഇൻക്ലിനേഷൻ എപ്പോഴും എന്തിനാണെന്നറിയാവോ? ബ്രേക്ക് ചെയ്യാനായിട്ടാ. So our inclination is always to break the rule. എന്ത് പറയുന്നോ അതിനെതിരായിട്ടല്ലേ? So whatever it is not to do that. ഒരു ഡോണ്ട് ടച്ച് സിൻഡ്രോം ഉണ്ടെന്നാ പറയുന്നത്. ഡോണ്ട് ടച്ച്. And there, it is known as there is a don't touch syndrome. ആരെങ്കിലും പറയുന്നു തൊടരുത്, അതെ കേട്ടോ. And if it is written or said that don't touch. അപ്പം ബ്രെയിൻ നമ്മുടെ ഇമ്മീഡിയറ്റ് ആയിട്ട് പറയുക. So the brain immediately tells us, ബയർലി ഞാനൊന്ന് ടച്ച് ചെയ്താൽ എന്നാ കുഴപ്പം? what happens if I touch it lightly? സഭകളിലൊന്നും അങ്ങനെയില്ല കേട്ടോ. And I don't think it is in the problem. നമ്മുടെയൊക്കെ വീട്ടിലെ കാര്യം. I'm talking about homes. നമ്മുടെ ഹ്യൂമൻ നേച്ചറായത്. And that is the human nature. നമ്മൾ അതിന് കീഴ്പ്പെട്ട് ഇങ്ങനെ പോവുകയാണ്. And we are constantly bothered by that. നന്മ എന്തെന്നോ ലാർജർ ഗുഡ് എന്തിനാണെന്നോ എന്തിലാണെന്നോ കാണാൻ പലപ്പോഴും കഴിയാതെ പോകും. We often don't understand or look for what is better for others. ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന കണ്ടേ. And look at what is written about അവൻ Christ. മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ചു, വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി, തന്നെത്താൻ താഴ്ത്തി. എല്ലാം എന്തിനു വേണ്ടിയായിരുന്നു? മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. Look at verse 8 and see what the Lord has done. He found in the appearance as a man, he humbled himself, he became obedient to death, all that to die on the cross for us. നമ്മൾ എത്ര പേർക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും, ഞാൻ എന്നെ അനുസരണത്തിനായിട്ട് ഏൽപ്പിച്ചു കൊടുത്തിട്ട്? How many of us can claim I am submitting and surrendering myself for obedience? ദൈവത്തിന്റെ വചനമാണെന്നും അത് നന്മയ്ക്കാണെന്നും ബോധ്യമായാൽ ഞാൻ അനുസരിക്കുവാൻ ബാധ്യസ്ഥനാ. And I am obligated to obey the word of God when you know it is for your good. നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ ഒരുപക്ഷേ ഭോഷന്മാരായിട്ട് കാണപ്പെട്ടേക്കാം. We may come across in others' eyes as foolish. നമ്മുടെ കംഫർട്ട്സ് ഒരുപക്ഷേ നമുക്ക് നഷ്ടപ്പെട്ടേക്കാം. We may lose our comfort. ആളുകൾ നമ്മുടെ മോട്ടീവ്സിനെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തേക്കാം. We may question our motives. പക്ഷെ അനുസരിക്കുവാൻ നമ്മൾ ബാധ്യസ്ഥരാ. But we are obligated to obey.
ആമേൻ പറയാവോ? Can you be say amen? ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ. Amen. യേശുവിന് അറിയാമായിരുന്നു, ദൈവത്തിന്റെ വചനത്തിൽ തന്നെ പറയുന്നുണ്ട്, മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ. Jesus knew that even the word of God says those who are hung on a tree is cursed. This person is hung on a cross. Here we see യേശു കുരിശിൽ തൂങ്ങി കിടക്കുന്നു. He is rejected. He was despised by all. എല്ലാവരാലും ത്യജിക്കപ്പെട്ടു. Still Jesus obeyed. എന്നിട്ടും യേശു അനുസരിച്ചു. Jesus still obeyed, knowing that all this would be his, what he is going to get. ലഭിക്കാൻ പോകുന്നത് എന്താണെന്ന് അറിഞ്ഞിട്ടും യേശു അത് അനുസരിച്ചു. വളരെ പെട്ടെന്ന് അനുസരണത്തോട് ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ഞാൻ ചൂണ്ടിക്കാണിക്കാം. We are going to point out few things regarding obedience. Real humility leads to obedience. നമ്മുടെ ശരിയായിട്ടുള്ള താഴ്മയാണ് ഹ്യൂമിലിറ്റി അനുസരണത്തിലേക്ക് നമ്മളെ നയിക്കുന്നത്. നമുക്ക് വാസ്തവത്തിൽ അനുസരണത്തിനുള്ള ഒരുക്കമുണ്ടെങ്കിൽ യേശുവിനെ പോലെ സ്വയത്തിന് മീതെ നമ്മൾ അനുസരിപ്പാൻ ഏൽപ്പിച്ചു കൊടുക്കും. And if you are willing to be obedient, then we will be like Jesus. We will surrender ourselves. യേശു തന്റെ പിതാവിനെ അനുസരിപ്പാൻ പിന്നെയും തന്നെ സമർപ്പിച്ചു. Jesus was willing to obey his father repeatedly over and over again. എന്റെ പിതാവിനെ പ്രസാദിപ്പിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നതെന്ന് തന്നെ യേശു പറഞ്ഞു. Jesus himself said, I came to please my father. അപ്പോൾ യേശുവിന്റെ അനുസരണം എല്ലാം വന്നത് അവന്റെ സ്നേഹത്തിൽ നിന്നും താഴ്മയിൽ നിന്നുമായിരുന്നു. All his obedience was rooted in the love of God, his father. ഒബേ ചെയ്യാൻ പറ്റാത്ത ആർക്കാണെന്നറിയാവോ? Do you know who is not able to obey? രണ്ടാമത്തെ കാര്യമാണ്, obedience comes from trust. ആശ്രയത്തിൽ നിന്നാണ് അത് വരുന്നത്. And when we trust, that's where obedience comes. Jesus trusted God's plan. യേശു പിതാവിന്റെ പ്ലാനിനെ ട്രസ്റ്റ് ചെയ്തു. അതിൽ സഫറിംഗ് ഉണ്ടെങ്കിലും യേശു പിതാവിന്റെ പ്ലാനിനെ, പദ്ധതിയെ ട്രസ്റ്റ് ചെയ്തു. Even though there was suffering included in the plan, he still trusted his father. അതുകൊണ്ട് അവൻ കൂടെ പറഞ്ഞു, എൻ്റെ ഹിതമല്ല പിതാവേ, അങ്ങയുടെ ഹിതം നിറവേറണം. Because of that he often said, my will not be done, but Father, your will should be done in my life. എത്ര പേര് അത് പ്രാർത്ഥനയായിട്ട് ഇന്ന് രാവിലെ പറയും? How many of you will take that as your prayer this morning? Father, not my will, പിതാവേ, എൻ്റെ ഹിതമല്ല, but your will be done in my life. അങ്ങയുടെ ഹിതം എൻ്റെ ജീവിതത്തിൽ നിറവേറ്റണമേ. എത്ര പേർക്ക് ആ ഒരു ധൈര്യമുണ്ട്? How many of you have that boldness to say that this morning? കർത്താവിൽ പൂർണ്ണമായിട്ട് ആശ്രയിച്ച ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാകുമെന്ന് ആരാ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? If any of you are thinking that if you trust, obey God, and you will have a lot of losses. എൻ്റെ പ്രസ്റ്റീജ് പോകും, എൻ്റെ പേര് പോകും, എന്നെ ആളുകൾ മോക്കുകയും കളിയാക്കും, പരിഹസിക്കും എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് ആരെങ്കിലും ഇരിക്കുന്നു? If any of you are thinking that I will lose my prestige, people will mock at me, people will laugh at me. I don't mind. കർത്താവിനെ അനുസരിക്കുന്നതിന് പകരമായിട്ട് ഇതൊക്കെയാണ് എൻ്റെ ഷെയർ കർത്താവ് വെച്ചിരിക്കുന്നെങ്കിൽ I don't mind. And that is what the Lord has prepared for me, and you must say that I don't mind. Hallelujah. Amen. പൂർണ്ണമായിട്ട് അവനിൽ ആശ്രയിക്കും. We need to be able to completely trust him. യഹോവയിൽ ആശ്രയിക്കും, യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. Those who are blessed by those who trust in the Lord, and he is the only trust that you അവർ have. കുലുങ്ങാതെ എന്നേക്കും നിൽക്കുന്ന സിയോൻ പർവ്വതം They പോലെ. will be like Mount Zion, like it will be never shaken. When we walk with the Lord in the light of his word, what a glory he sheds on our way. While we do his will, he abides with us still, and with all who will trust and obey. Trust and obey, for there's no other way to be happy in Jesus, but to trust and obey. Do you want to be happy in the Lord? ക്രിസ്തുവിലുള്ള സന്തോഷത്തോടെ ജീവിക്കാൻ ആഗ്രഹമുണ്ടോ? അവൻ്റെ മനസ്സോടെ ജീവിപ്പാൻ ആഗ്രഹമുണ്ടോ? അവനിൽ ആശ്രയിക്കാം. If you want to live with the mind of Christ, then we need to depend on him. എല്ലാ ഡിസ്ട്രസ്റ്റും ആശ്രയമില്ലാഴികയും മാറട്ടെ. And all our distrust and those who we're now our willingness to not to depend on him. ഭാവിയെ ഓർത്തുള്ള
വല്ലാത്ത വിചാരങ്ങളുമായിട്ടിരിക്കുന്ന പലരും ഉണ്ട്. പക്ഷേ ഒരുപക്ഷെ If any of you are sitting here with a concern about your future, നമ്മുടെ മക്കളെ ത്രോണിൽ വെച്ചുകൊണ്ടിരിക്കുന്ന ചിലരുണ്ട്. some of you are putting your children on a pedestal. നമ്മൾ നമ്മുടെ ഭാവി, നമ്മുടെ ജോലി, നമ്മുടെ കരിയർ, നമ്മുടെ പഠനം എല്ലാം ഇങ്ങനെ സിംഹാസനത്തിൽ വെച്ചുകൊണ്ടിരിക്കുന്നവർ. If you're putting your career and your future and all the things that you have on a throne, എല്ലാവർക്കും വേണ്ടി കരുതുന്നതൊക്കെ നല്ല it കാര്യമാണ്. is good that you're saving up for others. പക്ഷേ ഇതൊന്നുമല്ല നമ്മുടെ ഭാവി. But our future is none of these. നമ്മുടെ ഭാവി നിർണ്ണയിക്കുന്നത് ആരാ? But who determines our future? ട്രസ്റ്റ് ആൻഡ് ഒബേ. And when we trust him and obey him, യഹോവയിൽ ആശ്രയിക്കുക. when we trust in Jehovah, യഹോവ തന്നെ he ആശ്രയമായിരിക്കുക. alone is your trust. അങ്ങനെയുള്ളവരെ അഭാഗ്യവാന്മാരെന്ന് ദൈവത്തിന്റെ വചനം The word പറയുന്നു. of God says those people are blessed. Hallelujah. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ ജീവിപ്പാൻ നമുക്കിടയാകട്ടെ. I pray that God will enable us to live like that. മനുഷ്യനിൽ ആശ്രയം ഒരിക്കലും വയ്ക്കുവാൻ ഇടവരുത്തരുത് എന്ന ആശ്രിത വത്സല എന്ന് പാടാറുണ്ട് നമ്മൾ. We sing that I will never be able to trust or depend on human beings. പ്രിയപ്പെട്ടവരെ, മനുഷ്യരെല്ലാം മാറും. But all people will change. ഇന്ന് നമ്മളെ ഉയർത്തുന്നവർ നമ്മളെ താഴ്ത്തും. Those who lift us up will drop us. ഇന്ന് later. നമ്മളെ അനുഗ്രഹിക്കുന്നവർ ഒരുപക്ഷെ നാളെ നമ്മളെ ശപിക്കും. Those who bless us today will may curse us tomorrow. പക്ഷെ നമുക്ക് ആശ്രയിക്കാൻ ഒരാളുണ്ട്. But there is one person we can trust. ആശ്രയിപ്പാൻ ഒരിടമുണ്ട്. There is a place that we can അവൻ depend ഇന്നും on. സിംഹാസനസ്ഥനാ. He is still on the throne. സംശയം കൂടാതെ അവന്റെ കരത്തിൽ ഏൽപ്പിക്കാമോ? Without any doubt, can you submit എന്റെ your life to ഭാവി him? അവന്റെ കരത്തിൽ ഭദ്രമാണ്. My future is safe in his hand. രോഗമാണേലും ആരോഗ്യമാണേലും അത് ഭദ്രമാ. Regardless you're sick or you're healthy, he is safe in his hand. സാമ്പത്തികമായിട്ടുള്ള എല്ലാ നന്മകളാണേലും അതിന്റെ അടിത്തറ പോയാലും അവന്റെ കൈകളിൽ എന്റെ ഭാവി ഭദ്രമാ. Whether you financially safe or secure or you lost everything, your life is secure in his hand. ഹല്ലേലൂയ. Hallelujah. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അങ്ങനെ ഒരു മനസ്സോടെ ജീവിപ്പാൻ നമുക്കിടയാകട്ടെ. May God help us, and I pray that God will help us to live with the mind of എൻ്റെ Christ. വാക്കുകളെ വളരെ പെട്ടെന്ന് ഇന്ന് അവസാനിപ്പിക്കാൻ We're പോവുകയാണ്. going to conclude very quickly here. അടുത്ത ആഴ്ച കൊണ്ട് ദൈവം അനുവദിച്ചാൽ ഈ ലിവിംഗ് വിത്ത് ദ മൈൻഡ് ഓഫ് ക്രൈസ്റ്റ് ഒരു പക്ഷേ We're going to conclude this topic, living with the mind of Christ. മറന്നു പോകരുത്. അനുസരണം എന്ന് പറയുന്നത് ദിനം പ്രതി ഉള്ളതാണ്. And so don't forget that obedience is a daily thing. ഇന്നാൾ ഞാൻ അനുസരിച്ചായിരുന്നു, കഴിഞ്ഞ വർഷം അനുസരിച്ചായിരുന്നു, Don't say that I obeyed last year or the other day. അതുകൊണ്ടാകത്തില്ല. It is not enough. ഒരു ഡെയിലി എക്സർസൈസ് ആയിട്ട് മാറണം. Obedience is a daily exercise. ഇന്ന് അനുസരിക്കണം. And you need to obey today. ഇന്ന് അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ അതനുസരിക്കണം. If you will hear his voice today, you need to be obedient to him. ഇന്ന് രാവിലെ അതിന് കർത്താവ് നമ്മെ May സഹായിക്കുമാറാകട്ടെ. God help us to do that this morning. നമ്മളൊക്കെ ഈ എഴുന്നേക്കാനായിട്ട് അലാം ക്ലോക്സ് ഉപയോഗിക്കുന്നവരാ അല്ലേ? We often use alarm clocks to wake up. നമ്മുടെ ഫോൺസായി ഇപ്പം ഫോണിലായി ഇതെല്ലാം ഉള്ളത്. ഒരുപാട് ഗാഡ്ജറ്റ്സ് മാറി ഫോണിലായി എല്ലാം. Now our phones have all these gadgets. അപ്പം രാവിലെ എഴുന്നേക്കാൻ 6 മണിക്ക് എഴുന്നേക്കാനായിട്ട് അലാം സെറ്റ് ചെയ്ത് കിടന്നു. And somebody set an alarm to get up at 6 o'clock. അപ്പോൾ രാവിലെ 6 മണിക്ക് വളരെ പങ്ക്ച്വലായിട്ട് വിശ്വസ്തയോടെ അലാം സൗണ്ട് ചെയ്തു. The alarm came faithfully, sounded at 6. പലരും പലപ്പോഴും ചെയ്യുന്നത് സ്റ്റോപ്പ് സിഗ്നൽ അതല്ല നമ്മൾ പ്രസ് ചെയ്യുന്നത്. സ്റ്റോപ്പ് അല്ല ചെയ്യുന്നത്. Oh, many people don't hit the stop. അതിന് പകരം നമ്മൾ അന്നേരം എന്താ ചെയ്യുന്നത്? സ്നൂസ. Instead of that, they hit the snooze button. എന്ന് പറഞ്ഞാൽ പിന്നെയും സ്നൂസയിൽ ഇങ്ങനെ ഞെക്കിക്കൊണ്ടിരിക്കുക. And repeatedly hitting the snooze button. അനുസരണമുള്ള ജീവിതം നാളെ തുടങ്ങാം അല്ലേ? And I will start obedience tomorrow. ചില കാര്യങ്ങളൊക്കെ സെറ്റിൽ ചെയ്യാനുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ അനുസരണം തുടങ്ങാം. And I have to settle some things, then I will obey. ഇപ്പോൾ തുടങ്ങാവുന്ന എത്ര പേര് പറയും? How many of you said I will start that today? നമ്മളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സ്നൂസ് ബട്ടണിന് ഇങ്ങനെ അമർത്തി പോവുകയാണ്. And all of us are hitting this snooze button continually. 2025 തീരാറായി. And 2025 is over. ഇനി എത്ര ദിവസം ബാക്കിയുണ്ട്? How many days are left? നമ്മൾ പിന്നെയും സാക്ഷ്യം പറയും 31-ാം തീയതി. And the 31st we're going to say our testimony. ഞാനിത് പറഞ്ഞുകൊണ്ട് ആരും പറയാതിരിക്കരുത് കേട്ടോ. And because of this I don't want anybody not to say. പക്ഷേ സ്നൂസ് ബട്ടൺ അല്ല നമ്മൾ അമർത്തേണ്ടത്. But our story should not be a hit in the snooze button. A change has to come over this year. A change has to come. ഒരു വ്യത്യാസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. Today, right now. ഇന്ന് തന്നെ അനുസരണം, ആശ്രയം. Obedience and dependence on God. എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. We're going to conclude our words. ഒബീഡിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരുക്കത്തെയാണ് കാണിക്കുന്നതല്ല, നമ്മുടെ പെർഫെക്ഷൻ അല്ല. Obedience is showing how prepared we are, not our perfection. അനുസരിക്കുന്നവര്
ആണ് ക്രിസ്തുവിനെ പ്രതിദാനം ചെയ്യുന്നത്. Those who obey are the ones representing Christ. ആരാ ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കുന്നവര്? Who is the one representing Christ? അനുസരിക്കുന്നവരാ. Those who obey. ഹലോ, അല്ലാതെ വാക്കുകൊണ്ട് വാഗ്ധോരണി കൊണ്ട് ആളുകളെ കയ്യിലെടുക്കുന്നവരൊന്നുമല്ല. Because of your vocabulary and your expertise in conversation is not how we show Christ. നമ്മുടെ പഠിപ്പിക്കലോ പ്രസംഗങ്ങളോ ഒന്നും കൊണ്ടല്ല. Not by our teachings or our preachings. നമ്മൾ കർത്താവിനെ അനുസരിക്കുന്നത് കൊണ്ട് ക്രിസ്തുവിനെ പ്രതിനിധാനം ചെയ്യുന്നവരാകാം നമുക്ക്. By obeying Christ, let us represent Christ that way. അതിനുവേണ്ടി കർത്താവ് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക. And so God is calling us every day. നമ്മുടെ പേരൻസ് വീട്ടിൽ വിളിക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്കറിയാം കോൾ വോളിയം വ്യത്യാസപ്പെടാറുണ്ട് അല്ലേ? When your parents call you at home, the volume changes sometimes. ഇപ്പം നിങ്ങളുടെ ആരുടെയും പേര് പറയാതെ എൻ്റെ വീട്ടിലെ പേര് ഞാൻ പറയാം. I'm going to use my own name. സാമിൻ്റെ പേര് പറയാം. മാതാപിതാക്കൾ വിളിക്കുക സാം, വളരെ ക്വയറ്റായിട്ട് വിളിക്കുക അല്ലേ, കാമായിട്ട്. If parents call Raju, ഈ പയ്യൻ കേട്ടു കേട്ടോ, സാം കേട്ടു, പക്ഷേ വെയിറ്റ് ചെയ്യുക, ഒന്നും ചെയ്യാതെ. But the child is not responding. രണ്ടാമത് വീണ്ടും വിളിച്ചു സാം. The second time father said Raju. അപ്പൊ ഇച്ചിരി സീരിയസ് ആയി, എന്നാലും വെയിറ്റ് ചെയ്യുക. Even though it was a little serious, but he waited. മൂന്നാമത് വിളിക്കുക സാം. The third time he said Ryan. As if this is your last chance. It is saying your last chance. ഇതാ നിന്റെ അവസാനത്തെ അവസരം. This is your last chance. എന്നുള്ള ധ്വനി ആ വിളിയിലുണ്ട്. But there is a connotation to that voice. നമ്മളൊക്കെ വെയിറ്റ് ചെയ്ത് എന്തിനാ? So what do we wait for? God speaks in whispers. അല്ലേ, മന്ദമായിട്ട് മൃദുവായിട്ട് കർത്താവ് സംസാരിക്കും. God often speaks in whispers. നമ്മൾ പ്രതികരിക്കുകയല്ല, നമ്മൾ വെയിറ്റ് ചെയ്യുക. And oftentimes we wait. അല്പം സീരിയസ് ആയിട്ടൊക്കെ ചില കാര്യങ്ങൾ കർത്താവ് പറഞ്ഞാലും നമ്മൾ പിന്നെയും വെയിറ്റ് ചെയ്യുക. Even though God is serious in his conversation, we often wait. എന്തിനു വേണ്ടിയാ വെയിറ്റ് ചെയ്യുന്നത്? Do you know what he's waiting for? വളരെ സീരിയസ് ആയിട്ടുള്ള അവന്റെ സന്ദർശനത്തിന്. And his serious intervention. ദൈവത്തിന്റെ വചനത്തെ നമ്മൾ വായിക്കുന്നു. In the word of God we read. ഇന്ന് നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ, if you listen to his voice today, മെരീബിയലെ പോലെയും മരുഭൂമിയിൽ മസാനാളിനെ പോലെയും നിങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കരുത്. Don't harden your hearts like you did in the desert. ഇന്ന് നമ്മളാരും നമ്മുടെ ഹൃദയങ്ങളെ കഠിനമാക്കി പോകരുതേ. And I pray that none of us will harden our hearts this morning. ഒരു സ്വീറ്റ് വിസ്പർ ഓഫ് ദ ലോർഡ്, കർത്താവിന്റെ ഒരു മൃദുസ്വരം എന്ന് എത്ര പേര് കേട്ടു? How many of you heard that sweet whisper of God? നിങ്ങൾ വെയിറ്റ് ചെയ്യുക, പിന്നൊരു അവസരം, പിന്നൊരു അവസരം. And you're waiting for another time. പിന്നെ ഒരുപക്ഷെ അല്പം കൂടെ സീരിയസ് ആയിട്ട് കേട്ട് കാണും. But maybe you took it seriously. പക്ഷേ നിങ്ങൾ പിന്നെയും വെയിറ്റ് ചെയ്യുകയാണോ? But are you still waiting? സീരിയസ് ആയിട്ട് അവൻ വിളിപ്പാൻ നിങ്ങൾ മനം തിരിയുന്നില്ലെങ്കിൽ ഞാൻ എൻ്റെ വാളിന് മൂർച്ച കൂട്ടും. If you don't change your mind, I will sharpen my sword, he says. നമുക്ക് ആർക്കും അങ്ങനെ ആകരുതേ. I pray that it would not happen to any of us. അവന്റെ വാക്കുകളെ ശ്രദ്ധിക്കാം നമുക്ക്. And we need to pay attention to his words. നമുക്ക് ലോകത്തിൽ ആരെയും പ്രസാദിപ്പിക്കാനല്ല, There is nobody on this earth that we want to please. കർത്താവിനെ പ്രസാദിപ്പിക്കണം. But only him and him alone. അവന്റെ ദിവ്യ സ്വഭാവങ്ങൾ വെളിപ്പെടുത്തി നമുക്ക് ജീവിക്കണം. And let us express his godly character in our lives. അതിനായിട്ട് നമ്മെ തന്നെ ഏൽപ്പിക്കാം. May help us to surrender ourselves. എല്ലാവരും തലകൾ വണക്കുക. Everybody bow your head. എല്ലാവരും പ്രാർത്ഥനയ്ക്കായിട്ട് തങ്ങളെ തന്നെ Everybody ഏൽപ്പിച്ചു. surrendering yourself for prayer. പ്രേയേഴ്സ് ദൈവസന്നിധിയിലേക്ക് ഉയരട്ടെ. And I pray the prayers will rise from your lips in the presence കേട്ട of God. വചനത്തോട് പ്രതികരിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. Let us respond to the word that we received and pray. ക്രിസ്തുവിന്റെ ഭാവമുള്ളവനായി ഉള്ളവളായി ജീവിപ്പാൻ എന്നെ സഹായിക്കണമേ. Lord, help me to have the nature and the character of God. നിന്നിൽ ആശ്രയിപ്പാൻ എന്നെ പഠിപ്പിക്കണമേ. Help me to depend on you daily. പൂർണ്ണമായ അനുസരണത്തിലേക്ക് എന്നെ നടത്തണമേ. Bring me to a complete surrender and submission to you, O Lord. കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. Let us pray to the Lord this morning. Our Heavenly Father, thank you for speaking to us, Lord. That you left the glories of heaven and came to this lowly earth to live in a manger and to be associated with us on this earth, Lord. That is the story of Christmas, Lord.
Thank you for deciding to do that so we can have eternal life. We can have fellowship with you, Father. Thank you for that great story. And I pray, and when we demonstrated those characters to us while you were on the earth, Father, help us to demonstrate that in our lives, Lord. Help us to remove all the selfishness that we have and to be other-centered and focused on others, which is what you have shown on the earth, Lord. And I pray that we will not reject that call even today, that we will not continue to hit that snooze button and say, tomorrow I will do it. But help us to make that decision today itself, oh God. That we will be transformed, we will be changed in our lives, that we will serve you faithfully. When others see us, they will see Christ in us, oh God. They will see, help us to be salt and light on this earth where you have placed us. We thank you for enabling your servant to bring the word this morning. And I pray as we celebrate your goodness, I pray that your love and your peace and you will rest upon us, O God, these days. We thank you and we praise you. In Jesus Christ, the Lord's precious name we pray. Amen. Amen. Thank you, Sam.